കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നേഹ ജയ്പൂരിലെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്നതിന് മുൻപ് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. റിയ, എല്ലാത്തിനും നന്ദി. ഞാൻ ചെറുതായി പുഞ്ചിരിച്ചു. ഇനി നമ്മൾ രണ്ടുപേരും ഓരോ പുതിയ ജീവിതം തുടങ്ങുകയാണ്. അവൾ യാത്ര പറഞ്ഞു പോയതിനു ശേഷം ഞാനും പതിയെ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങി. സ്കൂളിലെ ജോലി, കുട്ടികളുടെ കളിച്ചിരികൾ, വൈകുന്നേരത്തെ നടത്തം, പുസ്തകങ്ങൾ. ജീവിതം വീണ്ടും അതിൻ്റെ താളം കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം മാറ്റിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ്. ആ വീട്ടിലെ ഓരോ ചുമരും, ഓരോ മൂലയും, ഓരോ ജനലും എൻ്റെ ജീവിതത്തിലെ നല്ലതും മോശവുമായ ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരുന്നു. ചിലപ്പോൾ വെറുതെ ഹാളിലൂടെ നടക്കുമ്പോൾ പോലും കഴിഞ്ഞ കാലത്തിൻ്റെ നിഴലുകൾ എന്നെ പിന്തുടരുന്നതുപോലെ തോന്നുമായിരുന്നു. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഈ വീടും എൻ്റെ ജീവിതത്തോടൊപ്പം പുതുതായി ജനിക്കണം. ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ വിളിച്ച് ഞാൻ മുഴുവൻ വീടും പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പഴയ മടുപ്പിക്കുന്ന കളറുകൾ മാറ്റി അതിനു പകരം ഇളം ക്രീം നിറവും ഓഫ് വൈറ്റ് നിറവും ചേർന്ന ശാന്തത പകരുന്ന പെയിൻറ് നൽകി. മുറിയിലേക്ക് കയറുന്ന നിമിഷം തന്നെ മനസ്സിനൊരു തണുപ്പ് അനുഭവപ്പെടുന്ന തരത്തിലായിരുന്നു ആ നിറങ്ങൾ. വലിയ ഫ്രഞ്ച് ജനലുകൾക്ക് ഇളം ബീച്ച് നിറത്തിലുള്ള നീളൻ കർട്ടനുകൾ വന്നു. രാവിലെ സൂര്യപ്രകാശം അവയിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ മുഴുവൻ ഹാളും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതുപോലെ തോന്നുമായിരുന്നു. പഴയ സോഫയ്ക്ക് പകരം ഇളം ചാരനിറത്തിലുള്ള വലിയ എൽ ഷേപ്പ് സോഫ വന്നു. അതിനു മുകളിൽ മഞ്ഞയും പച്ചയും കലർന്ന ചെറിയ കുഷനുകൾ വച്ചപ്പോൾ മുറിക്ക് കൂടുതൽ ജീവൻ ലഭിച്ചു. മധ്യഭാഗത്ത് വുഡൻ കോഫി ടേബിൾ, മനോഹരമായ ടേബിൾ. അതിൻ്റെ മുകളിൽ പുതിയ പൂക്കൾ നിറച്ച ഗ്ലാസ് വാസ്, ചെറിയ ഇൻഡോർ പ്ലാന്റുകൾ. ആ പച്ചപ്പ് വീട്ടിലാകെ ഒരു പോസിറ്റീവ് എനർജി നിറച്ചിരുന്നു. ചുമരിൽ വലിയ പെയിൻറ്റിങ്ങുകളൊന്നും വച്ചില്ല. പകരം മലനിരകളും മഴയും കാടും നദിയും നിറഞ്ഞ ലളിതമായ ചിത്രങ്ങൾ മാത്രം. പ്രകൃതിയോട് എനിക്കെന്നും ഉണ്ടായിരുന്ന ഇഷ്ടത്തിൻ്റെ ചെറിയ പ്രതിഫലനം. രാത്രിയിൽ തെളിയുന്ന വാം ലൈറ്റുകൾ വീടിൻ്റെ ഭംഗി ഇരട്ടിയാക്കി. അതിൻ്റെ മൃദുവായ വെളിച്ചത്തിൽ പുസ്തകം വായിച്ചിരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. അടുക്കളയും പൂർണ്ണമായും മാറി. വെളുത്ത നിറത്തിലുള്ള പുതിയ ക്യാബിനറ്റുകൾ, അതിന് ചേരുന്ന വെളുത്ത കൗണ്ടർ ടോപ്പ്, എല്ലാം കൃത്യമായി അടുക്കി വയ്ക്കാൻ കഴിയുന്ന ഷെൽഫുകൾ. പാചകം ചെയ്യാൻ പോലും കൂടുതൽ ഉത്സാഹം തോന്നുന്ന വിധത്തിലായിരുന്നു പുതിയ ക്രമീകരണം. ഡൈനിങ് ഏരിയയിൽ 6 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന സിമ്പിൾ ലുക്കുള്ള ഡൈനിങ് ടേബിൾ, അതിനോട് ചേരുന്ന കസേരകളും വന്നു. മേശയുടെ മുകളിലായി തൂങ്ങിയിരുന്ന ഗ്ലാസ് ലൈറ്റുകൾ ആ ഭാഗത്തെ കൂടുതൽ മനോഹരമാക്കി. എൻ്റെ ബെഡ്റൂമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ മാറ്റിയത്. ഇളം നീലയും വെള്ളയും ചേർന്ന നിറങ്ങൾ. വലിയ ജനലിനരികിൽ ഒരു റീഡിംഗ് കോർണർ ഒരുക്കി. അവിടെ മൃദുവായ ആം ചെയർ, ചെറിയ ടീ ടേബിൾ, സമീപത്ത് പുസ്തകങ്ങൾ നിറച്ച ഉയരമുള്ള ഷെൽഫ്. പുറത്ത് മഴ പെയ്യുമ്പോൾ ഒരു കപ്പ് കാപ്പിയുമായി അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമയമായി മാറി. ഡ്രസ്സിംഗ് ഏരിയയും പൂർണ്ണമായും പുതുക്കി. വലിയ കണ്ണാടി, മൃദുവായ ലൈറ്റുകൾ, എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകമിടങ്ങൾ. ബാൽക്കണിയെ ഞാൻ ഒരു ചെറിയ പൂന്തോട്ടമാക്കി മാറ്റി. റോസ്, ജാസ്മിൻ, ബൊഗൈൻവില്ല, തുളസി, മണി പ്ലാന്റ്, പലതരം ചെടികൾ നിറഞ്ഞപ്പോൾ രാവിലത്തെ ചായ അവിടെ ഇരുന്ന് കുടിക്കുന്നത് എൻ്റെ ദിവസത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി. വീട് മുഴുവൻ മാറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വെറും ചുമരുകളല്ല മാറ്റിയത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അധ്യായം അവസാനിപ്പിച്ച് പുതിയൊരു അധ്യായത്തിനുള്ള വാതിൽ തുറക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സമാധാനവും പ്രതീക്ഷയും പുതിയൊരു ജീവിതത്തിൻ്റെ സുഗന്ധവും മാത്രമായിരുന്നു. ജീവിതത്തിലെ ഒരു സന്തോഷവും ഒരുപാട് കാലം അനുഭവിക്കാൻ എനിക്ക് വിധിയില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ അതിൻ്റെ പിന്നാലെ എന്തെങ്കിലും വേദന കൂടി വരാറുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ജീവിതം കുറച്ചു നേരത്തേക്കെങ്കിലും ശാന്തമായിരിക്കുമ്പോൾ പോലും ആ ശാന്തതയ്ക്ക് അധികം ആയുസ്സുണ്ടാകില്ലെന്ന് എവിടെയോ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അപ്രതീക്ഷിതമായി വന്ന ആ ഫോൺ കോൾ ആ ഭയത്തെ ഒരിക്കൽ കൂടി സത്യമായി മാറ്റുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഞാൻ. അന്നത്തെ ദിവസത്തെ തിരക്കുകളെല്ലാം പിന്നിലാക്കി വീട്ടിലെത്തി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണം എന്ന ചിന്തയിലായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. അപരിചിതമായൊരു നമ്പർ. ഒരു നിമിഷം ആ നമ്പറിലേക്ക് നോക്കി നിന്ന ശേഷം ഞാൻ കോൾ എടുത്തു. ഹലോ,
മറുവശത്ത് ഒരു പുരുഷ ശബ്ദം. ഇത് റിയ ശർമ്മയാണോ? അതെ, ഞാൻ റിയയാണ്. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഇൻസ്പെക്ടർ രാജേഷാണ് സംസാരിക്കുന്നത്. ദ്വാരക പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ആ വാക്കുകൾ കേട്ടതോടെ എൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. എന്തിനാണ് അവർ എന്നെ വിളിക്കുന്നത്? എന്താണ് കാര്യം സർ? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു ഔദ്യോഗിക ഗൗരവമുണ്ടായിരുന്നു. നിങ്ങൾ ദയവായി സ്റ്റേഷനിലേക്ക് വരണം. രാഹുൽ വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ. ആ പേര് കേട്ട നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പിടഞ്ഞു. ഒരിക്കൽ എൻ്റെ ലോകം തന്നെയായിരുന്ന പേര്. ഞാൻ അറിയാതെ ചോദിച്ചു, രാഹുൽ, രാഹുലിന് എന്താണ് പറ്റിയത്? ഇൻസ്പെക്ടർ രാജേഷ് ഒരു നിമിഷം ഒന്നും പറഞ്ഞില്ല. ആ ചെറിയ നിശബ്ദത പോലും എൻ്റെ ഉള്ളിലെ ഭയം പല മടങ്ങാക്കി. സർ, രാഹുലിന് എന്താണ് സംഭവിച്ചത്? ഞാൻ വീണ്ടും ചോദിച്ചു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, റിയാജി, രാഹുൽ വർമ്മയുടെ മർഡർ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ്. എൻ്റെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി. മർഡർ? രാഹുലിൻ്റെ മർഡർ? അദ്ദേഹം തുടർന്നു, നിങ്ങൾ അയാളുടെ ആദ്യത്തെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണം. പിന്നെ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പതുക്കെ താഴേക്ക് വഴുതി. ഫോൺ തറയിൽ വീണു. ഞാൻ അതേ സ്ഥലത്ത് അനങ്ങാതെ നിന്നു. എൻ്റെ ചെവികളിൽ ഒരേയൊരു വാക്ക് മാത്രം വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. രാഹുൽ വർമ്മയുടെ മർഡർ നടന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനായിരുന്നു അവൻ. ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ച പുരുഷൻ. ഞാൻ വിവാഹം കഴിച്ച പുരുഷൻ. എൻ്റെ ഭർത്താവ്. പിന്നീട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറിയ പുരുഷൻ. ആ ബന്ധം അവസാനിച്ചപ്പോൾ രാഹുൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അവൻ മരിച്ചുവെന്ന് കേൾക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നതുപോലെ തോന്നി. അവിടെ തന്നെയുള്ള ഒരു മതിലിൽ ഞാൻ കൈവച്ചു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പതുക്കെ അകന്നു പോകുന്നതുപോലെ. ആളുകൾ നടക്കുന്നു, വാഹനങ്ങൾ കടന്നു പോകുന്നു, റോഡിൽ തിരക്കുണ്ട്. പക്ഷേ ഞാനൊന്നും കാണുന്നില്ല. എന്നെ നോക്കി ചിരിക്കുന്ന രാഹുൽ, എൻ്റെ ഹൃദയം തകർത്ത രാഹുൽ. ഇന്ന് അവൻ ഈ ലോകത്തിലില്ല. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ അത് സങ്കടത്തിൻ്റെ കണ്ണുനീരാണോ, ഞെട്ടലിൻ്റേതാണോ, അതോ വർഷങ്ങൾക്കു ശേഷം പെട്ടെന്നുണർന്ന ഏതോ പഴയ വികാരത്തിൻ്റേതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം മാത്രം എനിക്ക് വ്യക്തമായിരുന്നു. രാഹുലിൻ്റെ മരണം എൻ്റെ ഭൂതകാലത്തെ വീണ്ടും എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു ചിന്ത പതുക്കെ എൻ്റെ മനസ്സിൽ ഉയർന്നു. ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞത് വെറും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണോ, അതോ രാഹുലിൻ്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ എന്നെയും ആ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കാനാണോ? തറയിൽ കിടന്നിരുന്ന ഫോൺ ഞാൻ പതുക്കെ എടുത്തു. സ്ക്രീനിൽ കോൾ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ വിരലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എനിക്കറിയില്ലായിരുന്നു രാഹുലിൻ്റെ മരണം ഒരു അവസാനമല്ലായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഭയാനകമായ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. അപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു. കുറച്ചുനേരം ഞാൻ അതേ സ്ഥലത്ത് അനങ്ങാതെ നിന്നു. ഫോൺ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാഹുൽ വർമ്മയുടെ മർഡർ നടന്നു. എത്ര ശ്രമിച്ചിട്ടും ആ വാക്കുകൾ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ ഉടൻ തന്നെ ഞാൻ വീണ്ടും ദ്വാരക പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. എൻ്റെ മനസ്സിൽ ഒരേയൊരു പ്രതീക്ഷയായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അവർ എന്താണ് സംഭവിച്ചതെന്ന് കുറച്ചെങ്കിലും പറയുമായിരിക്കും. രാഹുൽ എങ്ങനെയാണ് മരിച്ചത്, എവിടെയാണ് സംഭവം നടന്നത്, ആരാണ് കണ്ടെത്തിയത്, എന്തെങ്കിലും സംശയിക്കപ്പെടുന്ന ആളുണ്ടോ? പക്ഷേ ഫോണെടുത്ത പോലീസുകാരൻ വളരെ ഔദ്യോഗികമായ ശബ്ദത്തിൽ പറഞ്ഞു, മാഡം, നാളെ നിങ്ങൾ സ്റ്റേഷനിൽ നേരിട്ട് വരണം. ഇൻസ്പെക്ടർ സാർ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ രാഹുലിന് എന്താണ് സംഭവിച്ചതെന്നെങ്കിലും പറയാമോ? ഇപ്പോൾ ഫോണിലൂടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല. എങ്ങനെയാണ് മരിച്ചത്, ആരാണ്? ഞാൻ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അയാൾ പറഞ്ഞു, നിങ്ങൾ നാളെ വരൂ മാഡം, ബാക്കി കാര്യങ്ങൾ ഇൻസ്പെക്ടർ സാർ പറഞ്ഞു തരും. കോൾ അവസാനിച്ചു. ഫോൺ താഴെ വെച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ശൂന്യതയായിരുന്നു. ഞാൻ രാഹുലിനെ വെറുത്തിരുന്നു, ഒരുപാട് വെറുത്തിരുന്നു.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങളെ വേദനയാക്കി മാറ്റിയ മനുഷ്യനായിരുന്നു അവൻ. ഒരിക്കൽ ഞാൻ അവനെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവനിൽ നിന്ന് എനിക്ക് ലഭിച്ചത് വേദനയും അപമാനവും നിരാശയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഇനി ഒരിക്കലും ആ മുഖം കാണരുത്. പക്ഷേ രാഹുൽ മരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എത്ര വെറുത്താലും അവൻ ജീവിച്ചിരിക്കണമെന്നൊരു സത്യം എവിടെയോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നവനില്ല. ആ ചിന്ത തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. നേഹ. അവൾക്കും അറിയാമായിരിക്കുമോ? അവൾ രാഹുലിൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ കുറച്ചുനേരം ഫോൺ നോക്കി നിന്നു. അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് പോലും മനസ്സിലായില്ല. ഒടുവിൽ ഞാൻ അവളുടെ നമ്പർ ഡയൽ ചെയ്തു. കുറച്ച് റിങ്ങുകൾക്ക് ശേഷം അവൾ ഫോൺ എടുത്തു. ഹലോ. അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ ശരിയില്ലെന്ന് എനിക്ക് തോന്നി. നേഹ, രാഹുലിനെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയാമോ? മറുവശത്ത് നിശബ്ദത. നിനക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നോ? അവൾ പതുക്കെ ചോദിച്ചു. വന്നു. എനിക്കും വന്നിരുന്നു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ഇല്ല, അവൾ പറഞ്ഞു. എനിക്കും ഒന്നും അറിയില്ല റിയ. ഒരു നിമിഷം ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നു. ഒരിക്കൽ ഒരേ മനുഷ്യന് വേണ്ടി പരസ്പരം നഷ്ടപ്പെട്ട രണ്ടു സ്ത്രീകൾ. ഇന്ന് അതേ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് പരസ്പരം ചോദിക്കുകയായിരുന്നു. നാളെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, നേഹ പറഞ്ഞു. അതെ, ഞാനും വരും. കോൾ അവസാനിപ്പിച്ച ശേഷം ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ കണ്ണടച്ച് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. രാഹുലിൻ്റെ മുഖം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നു. ഞങ്ങളുടെ വിവാഹ ദിവസം, അവൻ്റെ ചിരി, ഞങ്ങൾ ഒരുമിച്ച് നടന്ന വഴികൾ, പിന്നീട് ഞങ്ങൾക്കിടയിലുണ്ടായ അകലം, അവസാനം വിവാഹമോചനത്തിൻ്റെ പേപ്പറുകളിൽ ഒപ്പിട്ട ദിവസം, എല്ലാം ഒരുമിച്ച് മനസ്സിലേക്ക് ഒഴുകി വന്നു. പുലർച്ചെ വരെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ദില്ലിയിലേക്ക് പോകണം. പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിമാനത്തിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രമായിരുന്നു, രാഹുലിനെ ആരാണ് കൊന്നത്? പക്ഷേ അതിനുള്ള ഉത്തരം എനിക്കറിയില്ലായിരുന്നു. അറിയാൻ പോകുന്നതിൻ്റെ ഭാരം പോലും അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ദില്ലിയിലെത്തിയ ശേഷം ഞാൻ നേരെ ദ്വാരക പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അത് വലിയൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നില്ല. പക്ഷേ അകത്തേക്ക് കയറിയ നിമിഷം തന്നെ അവിടെയുള്ള തിരക്ക് എന്നെ അമ്പരപ്പിച്ചു. എവിടെയും ആളുകൾ. ആരോ പരാതി പറയുകയാണ്, ആരോ പോലീസുകാരോട് തർക്കിക്കുന്നു, മറ്റൊരാൾ ഒരു ഫയലുമായി കാത്തു നിൽക്കുന്നു. മുറിക്കുള്ളിൽ മെല്ലെ മെല്ലെ കറങ്ങുന്ന ഒരു പഴയ ഫാനിൻ്റെ ശബ്ദത്തിനൊപ്പം കലർന്ന മനുഷ്യരുടെ സംസാരങ്ങൾ, ഫയലുകളുടെ മണം, പഴയ മരക്കസേരകൾ, എല്ലാത്തിനുമിടയിൽ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം. ഞാൻ ചുറ്റും നോക്കി. ഇൻസ്പെക്ടർ രാജേഷ്? ഒരു പോലീസുകാരനോട് ചോദിച്ചു. അയാൾ അകത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഇരുന്നിരുന്ന മധ്യവയസ്കൻ തല ഉയർത്തി എന്നെ നോക്കി. അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇൻസ്പെക്ടർ രാജേഷ്. വളരെ ഗാംഭീര്യമുള്ള മുഖം, കൂർമ്മതയുള്ള കണ്ണുകൾ, മുഖത്ത് യാതൊരു വികാരവും പ്രകടമല്ല. അയാളുടെ നോട്ടം കുറച്ചുനേരം എൻ്റെ മുഖത്ത് തങ്ങി. റിയ ശർമ്മ? അതെ. ഇരിക്കൂ. ഞാനിരുന്നു. എൻ്റെ കൈകൾ ഇപ്പോഴും തണുത്തിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് പരിചിതമായൊരു മുഖം അകത്തേക്ക് വന്നത്. നേഹ. അവളുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ എന്നെ കണ്ടപ്പോൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. പിന്നെ പതുക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ നോക്കി. ഒരിക്കൽ എനിക്ക് ഏറ്റവും വലിയ വേദന നൽകിയ സ്ത്രീ. പക്ഷേ ആ നിമിഷം അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, ഭയം മാത്രമായിരുന്നു. ഇൻസ്പെക്ടർ രാജേഷ് ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അദ്ദേഹം മുന്നിലിരുന്ന ഫയൽ തുറന്നു. കുറച്ചുനേരം അതിലെ ചില പേപ്പറുകൾ നോക്കി. പിന്നെ ഫയൽ അടച്ചു. നോക്കൂ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. ഞാൻ നിങ്ങൾ ഇരുവരോടും പറയുകയാണ്. അദ്ദേഹം കുറച്ചുനേരം നിശബ്ദനായി. രാഹുൽ വർമ്മയുടെ മരണം സാധാരണ മരണമല്ല. ഇൻസ്പെക്ടർ രാജേഷ് ഞങ്ങളെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് മുഴുവൻ പറയണം. ഇൻസ്പെക്ടർ രാജേഷ് ഫയൽ തുറന്ന് അതിലെ ചില പേപ്പറുകളിലേക്ക് നോക്കി. പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. രാഹുലിൻ്റെ ശവം ഇന്നലെ അവൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ നെഞ്ചിൽ വീണ്ടും ഒരു വിറയൽ പടർന്നു. തലയ്ക്ക് എന്തോ ശക്തമായ ആയുധം കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. അദ്ദേഹം ഒരു നിമിഷം നിർത്തി.
ഗുരുതരമായ പരിക്കാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരണം ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. നേഹയുടെ മുഖം പെട്ടെന്ന് വിളറി. ഞാൻ ഒന്നും പറയാതെ ഇൻസ്പെക്ടറെ നോക്കി. എൻ്റെ മനസ്സിലൊരു ചോദ്യം മാത്രം: ആരാണ് രാഹുലിനെ കൊന്നത്? അദ്ദേഹം കസേരയിൽ കുറച്ചുകൂടി മുന്നോട്ട് ചാഞ്ഞിരുന്നു. ഇനി എനിക്ക് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആദ്യം നേഹയിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നേഹയുടെ ചുണ്ടുകൾ വിറച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയിരുന്നു. എവിടെ? അവൾ സ്ഥലം പറഞ്ഞു. എത്ര മണിവരെ? ഏകദേശം 12:30 വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. ഇൻസ്പെക്ടർ ഉടൻ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? നേഹ തല കുലുക്കി. ഉണ്ട് സർ. അവൾ ഫോൺ എടുത്തു. എൻ്റെ ഫ്രണ്ട്സിനൊപ്പമുള്ള ഫോട്ടോകളുണ്ട്, റെസ്റ്റോറൻറ്റിലെ ബില്ലുണ്ട്, കൂടാതെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിനെ പരിശോധിക്കാം. ഇൻസ്പെക്ടർ അവളുടെ ഫോൺ വാങ്ങി പരിശോധിച്ചില്ല, പകരം കുറിപ്പെഴുതി. ശരി, അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എൻ്റെ നേരെ തിരിഞ്ഞു. ആ നിമിഷം എൻ്റെ തൊണ്ട വരണ്ടുപോയി. നിങ്ങൾ? ഞാൻ പതുക്കെ പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിൽ തന്നെയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നോ? അതെ. അദ്ദേഹം ഒരു നിമിഷം എന്നെ നോക്കി. രാത്രി എത്ര മണിവരെ വീട്ടിലുണ്ടായിരുന്നു? ഞാൻ രാത്രി നേരത്തെ തന്നെ വീട്ടിലെത്തി, പിന്നെ പുറത്തു പോയിട്ടില്ല. അത് തെളിയിക്കാൻ എന്തെങ്കിലുമുണ്ടോ? എൻ്റെ ചുണ്ടുകൾ തുറന്നു, പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. എൻ്റെ കൈകൾ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. തെളിവ്? എൻ്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ പോലീസിന് അതെങ്ങനെ തെളിയും? എന്നെ വിശ്വസിക്കാൻ അവർക്ക് എന്താണ് കാരണം? ഇല്ല, ഞാൻ പതുക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു തെളിവുമില്ല. മുറിയിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥമായ നിശബ്ദത പടർന്നു. നേഹ എന്നെ നോക്കി. ഇൻസ്പെക്ടർ രാജേഷ് കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറിയില്ലെങ്കിലും ആ കൂർമ്മതയുള്ള കണ്ണുകൾ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. റിയാജി, അദ്ദേഹം പതുക്കെ പറഞ്ഞു, നിങ്ങൾ രാഹുലിൻ്റെ ആദ്യ ഭാര്യയാണ്. നിങ്ങളും രാഹുലും തമ്മിൽ വിവാഹമോചനം നടന്നിട്ട് വർഷങ്ങളായെങ്കിലും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് രാഹുലിനോട് വലിയ വിരോധമുണ്ടായിരുന്നോ? ചോദ്യം കേട്ടപ്പോൾ ഞാൻ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. ഒരു നിമിഷം എൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ മുഴുവനും തെളിഞ്ഞു വന്നു. ഞങ്ങളുടെ വിവാഹം, ഞാൻ അവനെ സ്നേഹിച്ച കാലം, അവനു വേണ്ടി കരഞ്ഞ രാത്രികൾ, അവനിൽ നിന്ന് അകന്നുപോയ ദിവസം, അവസാനം വിവാഹമോചനത്തിൽ ഒപ്പുവെച്ച നിമിഷം. ഞാൻ പതുക്കെ പറഞ്ഞു, ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഒന്നും പറയാതെ എന്നെ നോക്കി. ഒരുപാട്? എൻ്റെ ശബ്ദമിടറി. പക്ഷേ ഞാൻ കുറച്ചുനേരം നിശബ്ദയായി. അവൻ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇൻസ്പെക്ടർ രാജേഷ് ഫയലിൽ എന്തോ കുറിച്ചു. പിന്നെ വളരെ ശാന്തമായി ചോദിച്ചു, നിങ്ങൾ ഇന്നലെ രാത്രി രാഹുലിനെ കണ്ടിരുന്നോ? ഇല്ല. അവനുമായി ഫോണിൽ സംസാരിച്ചിരുന്നോ? ഇല്ല. അവനുമായി അടുത്തിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹം വീണ്ടും പിന്നിലേക്ക് ചാരിയിരുന്നു. പക്ഷേ ആ ചോദ്യം എന്നിൽ മറ്റൊരു ഭയമുണർത്തി. കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ രാഹുലിൻ്റെ മരണവുമായി ബന്ധമില്ലെന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേഹയ്ക്ക് താൻ രാത്രി എവിടെയായിരുന്നുവെന്ന് തെളിയിക്കാൻ കഴിയുന്നു, എനിക്ക് കഴിയുന്നില്ല. ഒരു നിമിഷം ഞാൻ ഇൻസ്പെക്ടർ രാജേഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഒരു ചോദ്യം വ്യക്തമായിരുന്നു. അപ്പോൾ റിയ ശർമ്മ, ഇന്നലെ രാത്രി നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു? എൻ്റെ ഉള്ളിൽ ഒരു തണുത്ത ഭയം പടർന്നു. കാരണം എൻ്റെ വാക്കുകൾ സത്യമായിരുന്നെങ്കിലും എൻ്റെ പക്കൽ അതിന് തെളിവൊന്നുമില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും രാഹുലിനോട് അവസാനമായി സംസാരിച്ചത് എന്നാണ്? ഞാനും നേഹയും പരസ്പരം നോക്കി. ആ ചോദ്യം ഞങ്ങളെ രണ്ടുപേരെയും ഒരേ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. നേഹയുടെ വിവാഹമോചനത്തിൻ്റെ സമയത്താണ്. ഞാൻ പതുക്കെ പറഞ്ഞു. നേഹയും തലകുലുക്കി. അതെ, ഞങ്ങൾ രണ്ടുപേരും രാഹുലിനോട് അവസാനമായി സംസാരിച്ചത് അവളുടെ വിവാഹമോചനത്തിൻ്റെ സമയത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് രാഹുലുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടർ കുറച്ചുനേരം ഞങ്ങളെ നോക്കി. നിങ്ങൾ രണ്ടുപേരും രാഹുലിൻ്റെ എക്സ് വൈഫ്മാരാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ഊന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഫയൽ അടച്ചു. ഇനി ഒരു കാര്യം കൂടി, നിങ്ങളെ എപ്പോൾ വിളിച്ചാലും പോലീസ് സ്റ്റേഷനിൽ വരണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും തലയാട്ടി. അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ കടന്നതും കനത്ത വെയിൽ മുഖത്തേക്കടിച്ചു.
ദില്ലിയിലെ ആ ഉച്ചവെയിൽ ഞങ്ങളുടെ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളുകയായിരുന്നു. കുറച്ചുനേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഒരുമിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ വർഷങ്ങളോളം കെട്ടിക്കിടന്നിരുന്ന അകലം ആ കുറച്ച് ചുവടുകൾക്കിടയിൽ തന്നെ വീണ്ടും വളരുന്നതുപോലെ തോന്നി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒരിക്കൽ അവനെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം നഷ്ടപ്പെട്ടവരായിരുന്നു. അവനില്ലാതായപ്പോൾ അവൻ്റെ മരണത്തിൻ്റെ നിഴലിൽ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. എനിക്ക് നേഹയോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചോദ്യം എൻ്റെ ചുണ്ടുകളിൽ എത്തിയില്ല. അവൾക്കും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളും മിണ്ടിയില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംശയിച്ചിരുന്നു. അവൾ എന്നെ സംശയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനും അവളെ സംശയിച്ചിരുന്നു. രാഹുലിൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. അത് നീയാണോ ചെയ്തത്? പക്ഷേ ആ ചോദ്യം നേരിട്ട് ചോദിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ധൈര്യപ്പെട്ടില്ല. ഒരുപക്ഷെ ഉത്തരം കേൾക്കാൻ ഭയമായിരിക്കും, അല്ലെങ്കിൽ ഉത്തരം നമ്മുടെ സംശയത്തെ സത്യമാക്കി മാറ്റുമോ എന്ന ഭയം. ഞങ്ങൾ രണ്ടുപേരും പതുക്കെ മുന്നോട്ട് നടന്നു. ആ നിമിഷം എനിക്ക് തോന്നിയത് ഒരു കാര്യം മാത്രമായിരുന്നു. ഒരിക്കലും കരകയറാനാവാത്ത ഒരു ഗർത്തത്തിലേക്ക് വീണ പോലെ. രാഹുലിൻ്റെ മരണം ഒരു മനുഷ്യൻ്റെ മരണം മാത്രമായിരുന്നില്ല. അത് ഞങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ കൊടുത്തു. ഇനി ആ ഭൂതകാലം ഞങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എൻ്റെ മുന്നിൽ ഒരേയൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ ഫോൺ. അന്നു രാത്രി എൻ്റെ ഫോൺ എവിടെയൊക്കെ ആയിരുന്നു എന്നതിൻ്റെ ലൊക്കേഷൻ ഹിസ്റ്ററി പോലീസ് പരിശോധിച്ചു. അതോടൊപ്പം ഞാൻ ആ രാത്രി നടത്തിയ ചില ഫോൺ കോളുകളും അവർ പരിശോധിച്ചു. ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ അതിന് തെളിവായി. അന്നു രാത്രി ഞാൻ നടത്തിയ കോളുകളുടെ സമയവും ലൊക്കേഷനും പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന സമയത്ത് ഞാൻ രാഹുലിൻ്റെ വീട്ടിനടുത്തുപോലും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസിന് വ്യക്തമായി. എൻ്റെ മേലുണ്ടായിരുന്ന സംശയം പതുക്കെ മാറി. എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മറ്റൊരു ചോദ്യം എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു: രാഹുലിനെ കൊന്നത് ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു. അത് മറ്റാരുമായിരുന്നില്ല, രാഹുലിൻ്റെ സ്വന്തം പപ്പയായിരുന്നു. ആ സത്യം കേട്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്ന് ഇന്നും കൃത്യമായി പറയാൻ കഴിയില്ല. രാഹുലിനെ ഞാൻ വെറുത്തിരുന്നു. അവൻ എന്നോട് ചെയ്തതെല്ലാം ഓർക്കുമ്പോൾ അവനോടുള്ള സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വെറുപ്പ് വന്നിരുന്നു. പക്ഷേ അവൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഉയർന്നത് സന്തോഷമല്ലായിരുന്നു, ഒരു വല്ലാത്ത നോവ് മാത്രമായിരുന്നു. കാരണം ഒരിക്കൽ ഞാൻ സ്നേഹിച്ച മനുഷ്യനായിരുന്നു അവൻ. അവനെ കൊന്നത് ഒരു ശത്രുവല്ലായിരുന്നു, അവൻ്റെ സ്വന്തം പപ്പയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ രാഹുലിൻ്റെ പപ്പ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു. ഒടുവിലെല്ലാം അദ്ദേഹം പറഞ്ഞു. അതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടൊരു വല്ലാത്ത വേദന തോന്നി. അദ്ദേഹം പറഞ്ഞത് ഒരു കൊലപാതകത്തിൻ്റെ കഥ മാത്രമായിരുന്നില്ല. തൻ്റെ മകനെ വർഷങ്ങളോളം സ്നേഹിച്ചും സഹിച്ചും ഒടുവിൽ സ്വന്തം കൈകളാൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു അച്ഛൻ്റെ കഥയായിരുന്നു അത്. അവൻ എൻ്റെ മകനായിരുന്നു. അദ്ദേഹം പോലീസിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കവനെ കൊല്ലണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല സർ. അവൻ ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ അവനെ എൻ്റെ മകനായി തന്നെയാണ് കണ്ടത്. അവൻ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അവൻ ഒരിക്കൽ മാറുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുകയായിരുന്നു. ആദ്യമൊക്കെ അവൻ്റെ തെറ്റുകൾ ചെറിയ കാര്യങ്ങളായിരുന്നു. പണം അധികം ചിലവാക്കും, ആരെയും അനുസരിക്കില്ല, ദേഷ്യം വന്നാൽ സാധനങ്ങൾ വലിച്ചെറിയും. ഞങ്ങൾ വിചാരിച്ചു കുറേ കഴിയുമ്പോൾ പക്വത വരുമെന്നും എല്ലാം മാറുമെന്നും. പക്ഷേ അവൻ മാറിയില്ല. മറിച്ച് ഓരോ ദിവസവും കൂടുതൽ മോശമായി. അനാവശ്യമായ ധൂർത്ത്, പണം വേണമെങ്കിൽ മാതാപിതാക്കളോട് വഴക്ക്, സ്വത്ത് തൻ്റെ പേരിൽ എഴുതണമെന്ന നിർബന്ധം, അച്ഛനെയും അമ്മയെയും അപമാനിക്കൽ, അവരുടെ സമാധാനമില്ലാതാക്കൽ. പക്ഷേ അതിലും വലിയ വേദന മറ്റൊന്നായിരുന്നു. പുതിയ പുതിയ പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതം തകർക്കുന്നത്. ഓരോ പെൺകുട്ടിയും തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തു പോകുമ്പോഴുള്ള ആ വേദന, അമ്മയുടെയും അച്ഛൻ്റെയും വേദന, അതവൻ അറിഞ്ഞില്ല. എൻ്റെ മകൻ ഒരിക്കലെങ്കിലും മാറുമെന്ന് കരുതി. പക്ഷേ ഓരോ തവണയും മറ്റൊരു പെൺകുട്ടി വരും.
കുറച്ചുനാൾ കഴിയുമ്പോൾ അവളുടെ കണ്ണുകളിലും അതേ വേദന കാണാം. ഓരോ തവണയും മകനെ ശാസിക്കുമ്പോൾ അവൻ ഒരേ വാക്കാണ് പറഞ്ഞിരുന്നത്: ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ വാക്കുകൾ പതുക്കെ ഉള്ളിൽ മുറിവുകളായി മാറി. ഞാൻ അവനെ പലതവണ തടയാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ അവൻ എന്നെ അച്ഛനായി പോലും ബഹുമാനിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്നായിരുന്നു അവൻ്റെ മറുപടി. അവൻ്റെ മമ്മി അവനെ പേടിക്കാൻ തുടങ്ങി. സ്വന്തം മകനെ പേടിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടു. അന്ന് ഞാൻ തകർന്നു. എങ്കിലും ഞാൻ അവനെ ഉപേക്ഷിച്ചില്ല, അവസാന നിമിഷം വരെയും. കാരണം അവൻ എത്ര മോശമായാലും എൻ്റെ മകനല്ലേ. അവൻ്റെ ജനനവും ബാല്യവും, ആദ്യമായി സ്കൂളിൽ പോയ ദിവസവും, പനി വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയ രാത്രികളും എല്ലാം ഓർമ്മകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകനെ വെറുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മകൻ്റെ പ്രവൃത്തികളെ സഹിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ തീകൾക്കിടയിൽ ജീവിച്ചു. ഒരു വശത്ത് മകനോടുള്ള സ്നേഹം, മറുവശത്ത് മകൻ്റെ പ്രവൃത്തികളോടുള്ള വെറുപ്പും വേദനയും. അവസാനം ആ വേദന അതെന്നെ തകർത്തു. അന്ന് രാത്രി രാഹുലുമായി വീണ്ടും വലിയ വഴക്കുണ്ടായി. രാഹുൽ എൻ്റെ തല പലതവണ ചുവരിലിടിച്ചു, ഭീഷണിപ്പെടുത്തി, വീണ്ടും പണം ആവശ്യപ്പെട്ടു. പിന്നെ അവൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലായി അവൻ്റെ കണ്ണ്. അവൾ എതിർത്തപ്പോൾ അവളുടെ കഴുത്തിൽ അവൻ പിടിമുറുക്കി. അവളെ, എൻ്റെ ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ അവൻ്റെ തലയ്ക്ക് ഇരുമ്പുവടി കൊണ്ടടിച്ചു. വർഷങ്ങളായി അമർത്തിവെച്ചിരുന്ന കോപവും വേദനയും ആ വാക്കുകളിലുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. അദ്ദേഹം ഓടിപ്പോയില്ല. പക്ഷേ ആ നിമിഷം മുതൽ ജീവിച്ചിരുന്ന ഓരോ നിമിഷവും ഒരു ശിക്ഷയായി മാറി. എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടു, അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. പക്ഷേ സർ, സത്യം പറഞ്ഞാൽ അവൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ മകനെ നഷ്ടപ്പെടുത്തിയിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് രാഹുലിനോട് സ്നേഹമുണ്ടായിരുന്നില്ല. അവൻ്റെ മരണത്തിൽ സന്തോഷവുമില്ലായിരുന്നു. പക്ഷേ ആ അച്ഛൻ്റെ വേദന കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ചിലപ്പോൾ ഒരാൾ ഒരു കുടുംബത്തെ തകർക്കുമ്പോൾ അവൻ മാത്രം തകരുന്നില്ല, അവനെ സ്നേഹിക്കുന്നവരും പതുക്കെ തകർന്നുകൊണ്ടിരിക്കും. രാഹുൽ ചെയ്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അവൻ്റെ അച്ഛൻ ചെയ്ത കൊലപാതകത്തെയും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു ജീവൻ അവസാനിപ്പിച്ചതിന് ഒരു കാരണവും മതിയായ ന്യായീകരണവുമല്ല. പക്ഷേ ആ മരണത്തിന് പിന്നിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ഒരു കുടുംബത്തിൻ്റെ വേദനയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ കണ്ണുകൾ അടച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യൻ ഇന്നില്ല. അവനെ ഞാൻ വെറുത്തു. അവനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ്റെ മരണം പോലും എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു വേദനയായി തിരിച്ചു വന്നു. ഒരിക്കൽ അവൻ എൻ്റെ ജീവിതം തകർത്തു. അവൻ്റെ മരണം വീണ്ടും എൻ്റെ പഴയ മുറിവുകൾ തുടർന്നു. എങ്കിലും ഞാൻ തകർന്നില്ല. കാരണം ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. ചില മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. ചില ഓർമ്മകളെ അടക്കം ചെയ്യേണ്ടി വരും. ചില ബന്ധങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു അവസാനം ലഭിക്കില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതവും അവിടെ അവസാനിക്കണമെന്നില്ല. രാഹുലിൻ്റെ കഥ അവിടെ അവസാനിച്ചു. അവൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോയി. നേഹ അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങി. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക്. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ അവസാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരേയൊരു കാര്യം ഇതായിരുന്നു: ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മോടൊപ്പം ജീവിക്കാനല്ല, നമ്മളെ മാറ്റിമറിച്ചിട്ട് കടന്നു പോകാനാണ്. രാഹുൽ എൻ്റെ ജീവിതത്തിൽ അത്തരമൊരു മനുഷ്യനായിരുന്നു. അവനെ ഞാൻ മറന്നിട്ടില്ല. പക്ഷേ ഇനി അവൻ്റെ ഓർമ്മ എന്നെ വേദനിപ്പിക്കുന്നില്ല. കാരണം ഒടുവിൽ ഞാൻ മനസ്സിലാക്കി, എൻ്റെ കഥ രാഹുലിനൊപ്പം അവസാനിച്ചില്ല. അവിടെ നിന്നാണ് എൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങിയത്.